ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് കൊട്ടൻ ചുക്കാതി, ഇത് മുറിവെണ്ണ. മുറിവെണ്ണ ബെസ്റ്റ് ആണെന്നാ ചെറിയച്ചൻ പറഞ്ഞത്. അപ്പോ മുറിവെണ്ണ തേക്കാം. ഞാനൊരു വൈദ്യരാവാൻ പോവാ. തിരുമു വൈദ്യര്. രാജു നല്ല ഉറക്ക. ആണോ? എന്നാ ഉറങ്ങിക്കോട്ടെ. ഇന്നലെ കാണാത്തോണ്ട് വിളിച്ചതാ. അങ്ങള് ടെൻഷനൊന്നും ആവണ്ട. ഞങ്ങളിവിടെ എന്റെ വീട്ടിലുണ്ട്. പിന്നെ ഒരു ഗുഡ് ന്യൂസ് കൂടി ഉണ്ട്. എന്താ മോളെ? എനിക്ക് രാജുവിനോടുണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും മാറി. ഞങ്ങളുടെ പിണക്കവും തീർന്നു. നേരോ? സത്യം. രാധമ്മടുത്തോടി പറഞ്ഞേക്ക്. അറിയാലോ, ഈ സന്തോഷ വാർത്ത പറയാതിരിക്കാൻ പറ്റുമോ? ജീവൻ തിരിച്ചു കിട്ടിയ പോലെ. മോളെ, ഇത് ഞാൻ ഫോൺ വെക്കുക. എന്താ വേണോട്ടാ? എന്റെ രാധമ്മ, പാവപ്പെട്ട നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കോ? എടി, രാജുവിന്റെ മോളുടെ പിണക്കം മാറിയെന്ന് ഇപ്പതേ മോളാ വിളിച്ചു പറഞ്ഞത്. ദൈവമേ, വിശാരിക്കോവില് ഭഗവാനെ, അവിടത്തേക്ക് അടിയന്റെ ഒരു കുവളമാല. എന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണീര് അങ്ങ് കണ്ട് അനുഗ്രഹിച്ചല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാം മാഡം. ഒന്നും വേണ്ട സുജാത, എന്റെ അടുത്ത് ഒരു കൂട്ടിനിങ്ങനെ നിന്നാ മതി. എല്ലാം ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇതൊക്കെ എനിക്ക് തന്നെ ഉണ്ടാക്കണം. ഞാൻ എന്റെ പൊന്നുമോൾക്ക് ആദ്യമായിട്ടുണ്ടാക്കുന്ന സദ്യ, അത് എന്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണം. ഇഞ്ചിയും തൈര് കറിയൊക്കെ അവക്ക് വലിയ ഇഷ്ടമാണെന്ന് വേണോട്ടം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഉണ്ടാക്കണം. പായസം ഏത് വേണം? അതും 2 തരം ആക്കാം. അടപ്പായസവും പരിപ്പ് പായസവും. ഞാനേ ചെറിയച്ചനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ചെറിയച്ചൻ ഇപ്പൊ വരും. എന്തിനാ ശേഖരൻ സാറിനോടൊക്കെ പറഞ്ഞേ? രാജുവിനെ തനിയെ കുളിക്കാൻ പറ്റുന്നില്ല, ചെറിയച്ചനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചു. എന്ത് മര്യാദ കേടാ ഋതുമോളെ നീ പറഞ്ഞ. എന്നെ ഒന്ന് പിടിച്ച് വാഷ്റൂമിലാക്കുമെന്ന് മാത്രം ചോദിച്ചാ പോരെ? കഷ്ടമായല്ലോ. സാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ചെറിയച്ചൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല. എന്താ രാജു നിന്റെ പ്രശ്നം? സോറി സാറേ, എന്നെ ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോകുന്നു മാത്രമേ സാറിനോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ. ഇതാണോ രാജു ഇത്ര വലിയ പ്രശ്നം? ഈ രാജ്യത്ത് ചെറിയ ചെറിയ പരിക്കുകൾ പറ്റുന്ന മനുഷ്യർ ഒത്തിരിയുണ്ട്, ഈ ഞാൻ ഉൾപ്പെടെ. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെ പറ്റിയ ഭാര്യ കുഴമ്പിട്ട് തരും, എന്നിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചും തരും. സാധാരണ ഭർത്താക്കന്മാരും ഭാര്യമാരും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. നീ അസാധാരണ ഭർത്താവൊന്നും അല്ലല്ലോ. ഇതൊക്കെ തന്തയുടെ സ്ഥാനത്തുള്ളവർ തന്നെ പറഞ്ഞു തരണമല്ലോടാ. മോളെ, ഇതൊന്ന് കൊട്ടൻ ചുക്കാതി, മറ്റൊന്ന് മുറിവെണ്ണ.
മുറിവെണ്ണേ ഒടിവിനും ചതവിനും ബെസ്റ്റാ. ആ, ദാ മോളെ. ഇത് കൊട്ടൻ ചുക്കാതി, ഇത് മുറിവെണ്ണ. ആ. മുറിവെണ്ണ ബെസ്റ്റ് ആണെന്നാ ചെറിയച്ചൻ പറഞ്ഞത്. ആ, അപ്പോ മുറിവെണ്ണ തേക്കാം. ഇ- ഇഷ്. ഞാനൊരു വൈദ്യരാവാൻ പോവാ, തിരുമു വൈദ്യര്. ആ, അതൊന്നും വേണ്ട ഋതു. എനിക്ക് ഭയങ്കര നാണോ. ഞാൻ തന്നെ ചെയ്തോളാം. ഈ രാജു ഇങ്ങനെ ഒരു നാണം കുണിയായല്ലോ. ഞാൻ രാജുവിന്റെ ഭാര്യ, ഇതെല്ലാം എന്റെ അവകാശം. ഞാൻ കുഴമ്പിട്ട് തിരുമു. ശ്ശ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അതൊന്നും വേണ്ട ഋതു. വേണം. ഞാനിപ്പോ വൈദ്യരും ഭാര്യയും കൂടിയ. വൈദ്യര് പറയുന്നത് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഭാര്യ പറയുന്നത് കേട്ടേ പറ്റൂ. ശൂ. കൈതാ. കാണിക്കേ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചവിട്ടി തിരുമുണ്ട്. ഏ? കേട്ടല്ലോ. ഇ- നോക്കടാ, അങ്ങോട്ട് നോക്ക്. അവരൊന്നായി. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നായി. ശ്ശേ. നീ ഒരൊറ്റൊരാള് കാരണം ഈ സ്ഥിതി വന്നത്. അമ്മേ, എന്നോട് ആലോചിക്കാത്തവന്റെ ഒരു മണ്ടം ബുദ്ധി. പിന്നെ അമ്മ ഒരുക്കുന്ന പ്ലാനൊക്കെ അങ്ങ് സക്സസ് ആവൂല്ലേ? ഞാൻ അവരെ കൊല്ലാനാ പ്ലാൻ ഒരുക്കിയ. കൊടുക്കാൻ തേച്ചത് പാണ്ടാന്ന് ഞാൻ കരുതിയോ? ഹൃദിക വൈദ്യരെ, ഒന്ന് പതുക്കെ തിരുമ വൈദ്യരെ. ഇതേ ഒരു മനുഷ്യ ശരീര, അല്ലാതെ മൃഗശരീരം അല്ല. ഞാനേ മർമാണി വൈദ്യരാ. എന്ത്? മുള്ളാണി വൈദ്യരോ? മർമാണി വൈദ്യര്. ഞാനേ വേണുങ്ങൾ പറയുന്നത് കേട്ട് ചെയ്യുന്നതാ. ബെസ്റ്റ്. കൊട്ടൻ ചുക്കാതി മുറിവെണ്ണയോ അല്ല, മഹാനാരായണ തൈലയിട്ട് തടവിയ ഏതുളുക്കും ചതവും മാറും. ഛേ, ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രൈവസിയിലേക്ക് ഇവർ കടന്നു കയറുന്ന. എവിടെയോ ഒളിഞ്ഞു നോക്കുന്ന ശീലം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. മതിയടി കളിയാക്കിയത്.